Hi dear friends, welcome back to Alex E Academy. ഈ ഒരു ലെക്ചറിൽ CET 401 ഡിസൈൻ ഓഫ് സ്റ്റീൽ സ്ട്രക്ചേഴ്സിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ തേർഡ് ലെക്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് കണക്ഷൻസ് ആൻഡ് ഇറ്റ്സ് ടൈപ്പ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലെ ടോപ്പിക്സ് നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് അനാലിസിസിൽ പഠിക്കാനായിട്ടുള്ളത് ബോൾട്ട് കണക്ഷനും വെൽഡ് കണക്ഷൻ്റെയും പ്രോബ്ലംസാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് കണക്ഷൻസ് എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഏതൊക്കെ ടൈപ്പ് ഓഫ് കണക്ഷൻ ഉണ്ട്, അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ്, അങ്ങനെ കുറച്ച് ടൈപ്പ് ഓഫ് കണക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ള ബ്രീഫ് ഐഡിയ, ഒരു തിയറി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ലെക്ചറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ സിലബസിൽ ഓൾറെഡി നമ്മൾ ഇൻട്രൊഡക്ഷൻ പോർഷനാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സ്റ്റീൽ സ്ട്രക്ചർ, അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ്, പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ട്രക്ചറൽ സ്റ്റീൽ, പിന്നെ ഡിസൈൻ ഫിലോസഫി നമ്മൾ നോക്കി. അടുത്ത് നമ്മൾ കണക്ഷൻസ് എന്താണ്, കണക്ഷൻസിൻ്റെ ടൈപ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ, നെസസിറ്റി ഫോർ കണക്ഷൻ. എന്തിനാണ് നമ്മൾ സ്റ്റീൽ സ്ട്രക്ചേഴ്സിൽ കണക്ഷൻസ് കൊടുക്കുന്നത്? കണക്ഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കിപ്പോൾ ഒരു മെമ്പറും അടുത്ത മെമ്പറും തമ്മിൽ ജോയിൻ ചെയ്ത് വെൽഡ് ചെയ്യുകയോ ബോൾട്ട് ചെയ്യുകയോ ചെയ്യും. ഇപ്പോൾ ഇത് നമുക്കൊരു കണക്ഷനായിട്ട് വരും. നെസസിറ്റി ഫോർ കണക്ഷൻ, ലിമിറ്റഡ് ലെങ്ത് ഓഫ് മെമ്പേഴ്സ്, റോളിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ കൺസ്ട്രെയിൻ, ലാർജ് സൈസ് ഓഫ് സ്ട്രക്ചർ. ഇപ്പോൾ നമുക്കറിയാം, നമുക്ക് ഒരുപാട് വലിയ സൈസിലുള്ള മെമ്പേഴ്സിനെ, സ്ട്രക്ചറൽ മെമ്പേഴ്സിനെ കാസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഇപ്പോൾ നമുക്ക് ഒരു ഫാക്ടറിയിൽ ഉണ്ടാക്കാവുന്ന ഒരു കോളം അല്ലെങ്കിൽ ബീം അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറൽ സ്റ്റീലിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഒരു ലിമിറ്റഡ് ആണ്. നമുക്കൊരു ട്രക്കിലൊക്കെ കയറ്റാൻ പറ്റുന്ന സൈസൊക്കെ നമുക്ക് പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു 20-30 മീറ്റർ ലെങ്ത്തിലുള്ള ഓരോ പീസായിട്ടായിരിക്കും നമ്മൾ സ്റ്റീൽ സ്ട്രക്ചേഴ്സ് കൺസ്ട്രക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ മെമ്പേഴ്സിനെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്നത്. അതിനെയാണ് നമ്മൾ തമ്മിൽ കണക്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ലെങ്ത്ത് ലിമിറ്റഡ് ആണ്. കാരണം നമുക്ക് ഒരുപാട് വലിയ ലെങ്ത് ഒക്കെ ആണെങ്കിൽ അതിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റില്ല. അതുപോലെ സ്ട്രക്ചർ നമുക്കറിയാം, ഇപ്പോൾ നമുക്ക് 1 നില 2 നില 3 നില, ഒരു നിലയിൽ തന്നെ നമുക്കൊരു 20 മീറ്റർ 30 മീറ്റർ 40 മീറ്റർ സ്പാനിലോട്ടുള്ള വലിയ സ്ട്രക്ചേഴ്സൊക്കെ കൺസ്ട്രക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ 40 മീറ്റർ നീളത്തിലുള്ള ഒരു സിംഗിൾ പീസ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യുക, അത് ട്രാൻസ്പോർട്ട് ചെയ്യുക ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ സ്റ്റീൽ മെമ്പേഴ്സിനെയും ഒരു പർട്ടിക്കുലർ ലെങ്ത്തിൽ, ഒരു 10 മീറ്റർ 20 മീറ്റർ ലെങ്ത്തിലൊക്കെ ആയിട്ടായിരിക്കും കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതിനെ തമ്മിൽ കണക്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എന്താണ് നെസസിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ലിമിറ്റഡ് ലെങ്ത്തിലേ നമുക്ക് സ്ട്രക്ചറൽ സ്റ്റീലിനെ മാനുഫാക്ചർ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാനായിട്ടുള്ള സ്ട്രക്ചർ, ബ്രിഡ്ജസ് ആവാം, ബിൽഡിങ്സ് ആവാം, അതൊക്കെ വലിയ സൈസിലുള്ള ചെയ്യേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് കണക്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. അടുത്തത് ഇമ്പോർട്ടൻസ് ഓഫ് കണക്ഷൻ. എന്താണ് കണക്ഷൻ്റെ ഇമ്പോർട്ടൻസ്? ഒരു സ്ട്രക്ചറിലെ ഏറ്റവും വീക്കസ്റ്റ് പോയിൻ്റ് അല്ലെങ്കിൽ വീക്കസ്റ്റ് ലിങ്കാണ് കണക്ഷൻ. അതായത് ഒരു 3-4 മെമ്പറിനെ നമ്മൾ കൂട്ടി യോജിപ്പിക്കുന്ന പോയിൻ്റ് ആയിരിക്കും ആ സ്ട്രക്ചറിലെ ഏറ്റവും വീക്കസ്റ്റ് പോയിൻ്റ്. കണക്ഷൻ ഫെയിലിയർ ടു ബി അവോയ്ഡഡ് ബിഫോർ മെമ്പർ ഫെയിലിയർ. ഇപ്പോൾ ഒരു സ്ട്രക്ചർ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ മെമ്പർ ഫെയിലാകുന്നതിന് മുമ്പ്, ഒരു ബീം കോളം അങ്ങനെ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഈ ബീം ഫെയിലാകുന്നതിന് മുമ്പ് യാതൊരു കാരണവശാലും അതിൻ്റെ കണക്ഷൻ ഫെയിലാകാൻ പാടില്ല. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് നമ്മൾ കണക്ഷൻസ് ഡിസൈൻ ചെയ്യേണ്ടത്. ഫുൾ സ്ട്രെങ്ത് ഓഫ് മെമ്പർ ഈസ് ടു ബി യൂട്ടിലൈസ്ഡ്. അതായത് ഇപ്പോൾ മെമ്പർ ഫെയിലാകുന്നതിന് മുമ്പ് അത് തമ്മിൽ കണക്ട് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഒരു കണക്ഷൻ വന്നിട്ടുണ്ടെന്ന് വിചാരിച്ചു, ഇതൊരു കണക്ഷനാണ്. അപ്പോൾ ഈ മെമ്പേഴ്സ് ഫെയിലാകുന്നതിന്, ഈ മെമ്പേഴ്സിനൊരു അൾട്ടിമേറ്റ് സ്ട്രെസ് ഉണ്ടാവും. അത് ഫെയിലാകുന്നതിന് മുമ്പ് ഈ ജോയിൻറ്റ് ബ്രേക്ക് ആയി പോയെന്ന് സംഭവിക്കും, ആ സ്ട്രക്ചർ പെട്ടെന്ന് തന്നെ ഫെയിലായി പോകും. അപ്പോൾ നമുക്ക് ആ മെമ്പറിൻ്റെ ഫുൾ സ്ട്രെങ്ത് യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കണക്ഷൻസ് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവണം. കണക്ഷൻ ഫെയിലിയർ ഈസ് യൂഷ്വലി നോട്ട് ഡക്റ്റിൽ. ഈ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ 2 മെമ്പേഴ്സിനെ തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ, അത് വെൽഡ് ചെയ്തോ ബോൾട്ട് ചെയ്തോ ഒക്കെ കണക്ട് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഡക്റ്റൈൽ പ്രോപ്പർട്ടി കിട്ടത്തില്ല. ഈ ജോയിൻറ്റ് വരുന്നിടത്ത് അത് ബ്രിട്ടിൽ നേച്ചർ ആയിരിക്കും, പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മൾ കണക്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ഡിസൈൻ ചെയ്യേണ്ടി വരും. റിലയബിലിറ്റി ഓർ സേഫ്റ്റി ഓഫ് എ ഡിസൈൻ ഡിപ്പെൻസ് ഓൺ. അപ്പോൾ ഏതൊരു ഡിസൈൻ എടുത്താലും അതിൻ്റെ സേഫ്റ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഒന്ന് വേരിയബിലിറ്റി ഓഫ് ലോഡ്, പല ടൈപ്പിലുള്ള ലോഡ്സ് നമ്മൾ ആ ഡിസൈനിൽ കൺസിഡർ ചെയ്യണം. വേരിയബിലിറ്റി ഓഫ് മെമ്പർ സ്ട്രെങ്ത്, പല ടൈപ്പിലുള്ള
സ്ട്രെങ്ത് ഉള്ള മെമ്പേഴ്സിനെ നമ്മൾ ആ ഡിസൈനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതേപോലെ വേരിയബിലിറ്റി ഓഫ് കണക്ഷൻ സ്ട്രെങ്ത് ഈ പറഞ്ഞോട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. പല ടൈപ്പിലുള്ള കണക്ഷൻസ് നമ്മൾ അനലൈസ് ചെയ്തിട്ട് വേണം ഒരു സ്ട്രക്ചർ ഡിസൈൻ ചെയ്യാൻ. അപ്പോൾ ഏതൊരു ഡിസൈൻ എടുത്താലും അതിൻ്റെ അകത്ത് ഈ 3 കൺസ്ട്രെയിൻസ് ആണ് ഏറ്റവും സേഫ്റ്റി ഫാക്ടറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ലാർജർ അൺസർട്ടനിറ്റി ഓഫ് കണക്ഷൻ ഈസ് ഡ്യൂ ടു, ഈ കണക്ഷൻസിൽ ഏറ്റവും കൂടുതൽ അനിശ്ചിതത്വം അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങൾ വരുന്നത് എന്തൊക്കെ കൊണ്ടാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, കോംപ്ലക്സിറ്റി ഓഫ് കണക്ഷൻ ജോമെട്രി. ഇപ്പോൾ നമുക്കറിയാം പല ടൈപ്പ് ഓഫ് കണക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഇത് കുറച്ച് ഫിഗറാണ് പല സ്റ്റീൽ സ്ട്രക്ചേഴ്സിൽ. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, ഈ മെമ്പർ അങ്ങനെ പല മെമ്പേഴ്സ് ഈ ഒരു പോയിന്റിലാണ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുപോലെ ഓരോ സ്ട്രക്ചർ എടുത്താലും ഓരോ പോയിന്റിലായിരിക്കും നമ്മൾ അതിനെ കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ കണക്ഷന് തന്നെ ഒരു കോംപ്ലക്സിറ്റി ഉണ്ട്. ആ കണക്ഷൻ്റെ ജോമെട്രി വളരെ കോംപ്ലക്സ് ആയിരിക്കും, ഹൈലി ഇൻഡിറ്റർമിനേറ്റ് ആയിരിക്കും. കണക്ഷൻസ് വരുന്ന പോയിന്റിൽ ഒരു 3, 4, 5 മെമ്പേഴ്സൊക്കെ ഒരേ പോയിന്റിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അത് ഹൈലി ഇൻഡിറ്റർമിനേറ്റ് ആയിരിക്കും. പിന്നെ അവിടുത്തെ സ്ട്രെസ് കോൺസെൻട്രേഷൻ വളരെ കൂടുതലായിരിക്കും. കാരണം എല്ലാ മെമ്പറും കൂടി ഒരു പോയിന്റിൽ കൊടുക്കുമ്പോൾ ആ എല്ലാ മെമ്പറിലെ സ്ട്രെസ്സും അത് ആ സിംഗിൾ കണക്ഷൻ പോയിന്റിലായിരിക്കും വരുന്നത്. അപ്പോൾ സ്ട്രെസ് കോൺസെൻട്രേഷൻ വളരെ കൂടുതലായിരിക്കും. നോൺ ലീനിയാരിറ്റി ഡ്യൂ ടു സ്ലിപ്പ് ആൻഡ് ലോക്കൽ ഈൽഡിങ്ങും സ്ലിപ്പും കൊണ്ട് തന്നെ അവിടെ ഒരു നോൺ ലീനിയർ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും വരുന്നത്. അടുത്തത് ജോമെട്രിക് ഇൻപെർഫെക്ഷൻ. ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ജോമെട്രി ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള രീതിയിലായിരിക്കും. അപ്പോൾ ആ ഒരു ജോമെട്രിക് ഇൻപെർഫെക്ഷൻ കൊണ്ട് ആ ഒരു കണക്ഷൻ നമുക്ക് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അടുത്ത റെസിഡ്യൂവൽ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. ഇപ്പോൾ റെസിഡ്യൂവൽ സ്ട്രെസ് ആൻഡ് സ്ട്രെയിനിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ഡിഫറൻഷ്യൽ കൂളിംഗ് ആഫ്റ്റർ ഹോട്ട് റോളിംഗ്, ഗ്യാസ് കട്ടിംഗ്, വെൽഡിങ്. ഇപ്പോൾ മെമ്പേഴ്സിനെയൊക്കെ നമുക്ക് അതിൻ്റെ മാനുഫാക്ചറിങ് അസംബിൾ ചെയ്യുന്ന സമയത്ത് ഹോട്ട് റോളും ഗ്യാസ് കട്ടിങ്ങും വെൽഡിങ്ങും ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ചെയ്ത് അപ്പോൾ അത് ചൂടാക്കി നമുക്ക് കൂൾ ചെയ്യേണ്ട ഒരു പ്രോസസ്സുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഡിഫറൻഷ്യൽ കൂളിംഗ് വരുമ്പോൾ അതിൻ്റെ കണ്ടീഷൻസൊക്കെ പലതും മാറിപ്പോകും. അപ്പോൾ പല ടൈപ്പിലുള്ള സ്ട്രെസ്സുകളും സ്ട്രെയിനും ഒക്കെ ആയിരിക്കും ആ കണക്ഷൻസിൽ വരുന്നത്. അടുത്ത് പ്രിമച്യൂർ ഈൽഡിങ് അണ്ടർ ലോഡ് ചെയ്യുന്ന സമയത്ത് പ്രിമച്യൂർ ആയിട്ടുള്ള ഈൽഡിങ് വരും. അടുത്ത ലാക്ക് ഓഫ് ഫിറ്റ് ഇൻ ബോൾട്ട് ഫാബ്രിക്കേഷൻ ചെയ്യുന്നിടത്ത് ലാക്ക് ഓഫ് ഫിറ്റിൻ്റെ ഇഷ്യൂസ് വരാം. ഇതൊക്കെയാണ് റെസിഡ്യൂവൽ സ്ട്രെസ് ആൻഡ് സ്ട്രെയിന് കാരണം. ഇത് നമ്മൾ പറഞ്ഞത് കണക്ഷൻസിൽ, അതായത് ഈ സ്റ്റീൽ സ്ട്രക്ചേഴ്സിൻ്റെ കണക്ഷൻ വരുന്ന പോയിന്റുകളിലെ അൺസർട്ടനിറ്റീസ് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ മെൻഷൻ ചെയ്തത്. ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കണക്ഷൻ്റെ കുറച്ച് പ്രാക്ടിക്കൽ ഫിഗേഴ്സ് കാണിച്ചേക്കുവാണ്. ഇനി അടുത്ത ടൈപ്പ് ഓഫ് കണക്ഷൻസ് എന്തൊക്കെയാണ്? അപ്പോൾ നമുക്ക് മെയിൻലി അറിയാവുന്ന 3 ടൈപ്പ് ഓഫ് കണക്ഷനാണ്. വെൽഡഡ് കണക്ഷൻ, സ്റ്റീൽ സ്ട്രക്ചേഴ്സിൽ നമുക്ക് വെൽഡ് ചെയ്ത് കണക്ട് ചെയ്യാം. ബോൾട്ടഡ് കണക്ഷൻ, ബോൾട്ട് ചെയ്ത് പിടിപ്പിക്കാം. റിവറ്റഡ് കണക്ഷൻ, പണ്ട് കാലങ്ങളിലൊക്കെ ആണെങ്കിൽ റിവറ്റാണ്. ഇപ്പോൾ വെൽഡഡ് കണക്ഷനിൽ നമുക്ക് 2 ടൈപ്പാണ് ഉള്ളത്, ഫില്ലറ്റ് വെൽഡ് ആൻഡ് ബട്ട് വെൽഡ്. ബോൾട്ടഡ് കണക്ഷനിൽ നമുക്ക് ബെയറിംഗ് ടൈപ്പും ഉണ്ട്, ഫ്രിക്ഷൻ ടൈപ്പും ഉണ്ട്. അതിൽ ബെയറിംഗ് ടൈപ്പ് ആണെങ്കിൽ നമ്മൾ യൂഷ്വലി കാർബൺ സ്റ്റീൽ അല്ലെങ്കിൽ ഹൈ സ്ട്രെങ്ത് സ്റ്റീൽ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഫ്രിക്ഷൻ ടൈപ്പ് ആണെങ്കിൽ HSFG സ്റ്റീലായിരിക്കും യൂസ് ചെയ്യുന്നത്, സ്റ്റീൽ അല്ലെങ്കിൽ ബോൾട്ട് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത റിവറ്റ് കണക്ഷൻ യൂഷ്വലി നമ്മൾ മൈൽഡ് സ്റ്റീലും ഹൈ സ്ട്രെങ്ത് സ്റ്റീലൊക്കെയാണ് റിവറ്റ് കണക്ഷൻസിന് യൂസ് ചെയ്യുന്നത്. ഇതാണ് ഡിഫറെൻറ്റ് മെയിൻ ടൈപ്സ് ഓഫ് കണക്ഷൻസ് വരുന്നത്. ഇനി ഓരോ ടൈപ്പ് ഓഫ് കണക്ഷൻ്റെയും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ജസ്റ്റ് ബ്രീഫായിട്ടൊന്ന് പറഞ്ഞു പോകാം. മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് ഓഫ് വെൽഡഡ് കണക്ഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെറിറ്റും ഡീമെറിറ്റും. ട്രാൻസ്ഫർ ഓഫ് ഫോഴ്സസ് ബിറ്റ്വീൻ എലിമെൻറ്റ് മോർ ഡയറക്റ്റ്. പല എലമെൻറ്റ്സ് തമ്മിൽ നമ്മൾ വെൽഡ് ചെയ്ത് പിടിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫോഴ്സ് ട്രാൻസ്ഫറൊക്കെ കുറച്ചുകൂടി ഡയറക്റ്റ് ആയിട്ടായിരിക്കും വരുന്നത്, കോംപ്ലക്സ് ആയിട്ട് വരില്ല. റിക്വയർസ് ലിറ്റിൽ അഡീഷണൽ എലമെൻറ്റ്സ് ലൈക്ക് ഗസറ്റ്. കുറച്ച് ഗസറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, അതായത് ഈ നമുക്ക് വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കമ്പോണൻസ് അഡീഷണൽ എലമെൻറ്റ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. ഷോർട്ടർ ലെങ്ത് ഓഫ് ജോയിൻറ്റ്. അപ്പോൾ 2 പീസുകൾ തമ്മിൽ നമ്മൾ വെൽഡ് ചെയ്താണ് പിടിപ്പിക്കുന്നതെങ്കിൽ അത് തമ്മിൽ ഉണ്ടാക്കുന്ന ജോയിൻറ്റ് ഇത് വളരെ ഷോർട്ടായിരിക്കും. കാരണം വെൽഡിങ് എന്ന് പറയുമ്പോൾ ആ ഒരു പോർഷനിൽ മാത്രം നമുക്ക് വെൽഡ് ചെയ്താൽ മതിയായിരിക്കും. നോ റിഡക്ഷൻ ഇൻ മെമ്പർ സ്ട്രെങ്ത് ഡ്യൂ ടു ബോൾട്ട് ഹോൾ. ഇപ്പോൾ നമ്മൾ ബോൾട്ട് ഹോൾ അടിക്കുമ്പോൾ അവിടെ ഡ്രില്ല് ചെയ്യണം, പിന്നെ ബോൾട്ട് ഇടണം, നട്ടും ബോൾട്ടൊക്കെ ഇട്ട് ഫിക്സ് ചെയ്യുമ്പോൾ ചെറിയ ഗ്യാപ്പൊക്കെ അവിടെ ഉണ്ടാവും. അപ്പോൾ അവിടെ നമുക്ക് മെമ്പറിൻ്റെ സ്ട്രെങ്ത്തിന് ചെറിയൊരു ലോസ് വരും. നേരെ കുറച്ച് വെൽഡിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ അവിടെ ബോൾട്ട് ഹോളോ അല്ലെങ്കിൽ ഹോളോ ഗ്യാപ്പോ ഒന്നും കാണത്തില്ല. അതുകൊണ്ട് തന്നെ മെമ്പർ സ്ട്രെങ്ത്തിന് റിഡക്ഷൻ ഒന്നും വരില്ല. റിജിഡ് കണക്ഷൻ ഈസി ടു അച്ചീവ്. അപ്പോൾ നമുക്ക് ഈ കണക്ഷൻസ് വളരെ റിജിഡായിട്ട് സ്ട്രോങ് ആയിട്ട് നമുക്ക് വെൽഡിങ് വഴി ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. ഇനി ഇതിൻ്റെ കുറച്ച് ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഡീമെറിറ്റ്സ് നോക്കാം. റിക്വയർഡ് സ്കിൽഡ് മാൻ പവർ.
പ്രോപ്പർ വെൽഡിങ് വരണമെന്നുണ്ടെങ്കിൽ സ്കിൽഡ് ആയിട്ടുള്ള മാൻ പവർ ആവശ്യമുണ്ട്. റിക്വയർ സ്പെഷ്യൽ എക്യുപ്മെൻറ്റ്, വെൽഡിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ എക്യുപ്മെൻറ്റ്സ് ആവശ്യമുണ്ട്. നോട്ട് ഈസി ടു അച്ചീവ് ഡിഫിക്കൽട്ട് ലൊക്കേഷൻ, ചില ഡിഫിക്കൽട്ടായിട്ടുള്ള ജോയിൻറ്റുകളും കണക്ഷൻസ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ അവിടെ നമുക്ക് പ്രോപ്പറായിട്ട് എല്ലാ പോർഷനിലും നന്നായിട്ട് വെൽഡ് ചെയ്തെടുക്കാനായിട്ട് വളരെ ഡിഫിക്കൽട്ടായിരിക്കും. ലെസ് ഡക്റ്റൈൽ, ഇപ്പോൾ വെൽഡ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു സ്റ്റീലിൻ്റെ ഡക്റ്റൈൽ പ്രോപ്പർട്ടി ആ കണക്ഷൻ പോയിന്റിൽ നമുക്ക് ലോസ് ആവും. അത് കുറച്ചുകൂടി സ്റ്റിഫായിരിക്കും, പെട്ടെന്ന് എന്താ പറയുക ഡക്റ്റൈൽ വലിഞ്ഞു പോകാതെ പെട്ടെന്ന് പൊട്ടാനുള്ള ടെൻഡൻസി കൂടുതലാണ്. പ്രോൺ ടു ഡിഫെക്ട്സ് ആൻഡ് ഫാക്ടറി ക്രാക്സ് അണ്ടർ സൈക്ലിക് ലോഡ്, കോൺസ്റ്റൻ്റ് ആയിട്ട് സൈക്ലിക് ലോഡ്സ് വരുന്ന സമയത്ത് ഈ വെൽഡിൽ ഡിഫക്റ്റ് പൊട്ടിപ്പോകാനും അല്ലെങ്കിൽ ഫാറ്റിക്ക് ചെറിയ ചെറിയ ക്രാക്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനും ചാൻസ് ഉണ്ട്. ഇതൊക്കെയാണ് വെൽഡിങ് കണക്ഷൻസിൻ്റെ മെറിറ്റും ഡീമെറിറ്റ്സും. അടുത്ത നമുക്ക് ബോൾട്ടഡ് കണക്ഷനിലേക്ക് പോകാം. ബോൾട്ടഡ് കണക്ഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് 2 ടൈപ്പ് ഓഫ് ബോൾട്ടഡ് കണക്ഷനാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞ്. ബെയറിംഗ് ടൈപ്പും ഉണ്ട്, ഫ്രിക്ഷൻ ടൈപ്പും ഉണ്ട്. ബെയറിംഗ് ടൈപ്പിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് ബ്രീഫായിട്ട് നോക്കാം. ഈ ബോൾട്ടഡ് കണക്ഷൻ നമ്മൾ ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നുണ്ട്, കാരണം ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് ആദ്യമായിട്ട് ഡിസൈൻ ചെയ്യേണ്ടത് ബോൾട്ടഡ് കണക്ഷനാണ്. അപ്പോൾ ജസ്റ്റ് ഇവിടെ ബ്രീഫായിട്ട് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ബെയറിംഗ് കണക്ഷൻ ഈസി ടു ഇൻസ്റ്റാൾ ഈവൻ അറ്റ് ഡിഫിക്കൽട്ട് ലൊക്കേഷൻ. എത്ര ഡിഫിക്കൽട്ട് ലൊക്കേഷൻ ആണെങ്കിലും നമുക്ക് ഈ ബെയറിംഗ് ടൈപ്പ് ബോൾട്ടഡ് കണക്ഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ വളരെ എളുപ്പമാണ്. എക്കണോമിക്കലാണ്, ഏറ്റവും ചീപ്പറായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഡസ് നോട്ട് റിക്വയർ ഹൈലി സ്കിൽഡ് മാൻ പവർ, വളരെ സ്കിൽഡ് ആയിട്ടുള്ള മാൻ പവറിൻ്റെ ആവശ്യമൊന്നുമില്ല, ബേസിക് സ്കിൽസ് മതി. സ്ലിപ്പ് കോസസ് ഫ്ലെക്സിബിൾ ജോയിൻറ്റ്. അപ്പോൾ ആദ്യം പറഞ്ഞതൊക്കെ നമ്മുടെ മെറിറ്റ്സ് ആണ്. ഇനി ഡീമെറിറ്റ്സിലേക്ക് വരുമ്പോൾ ഫ്ലെക്സിബിൾ ജോയിൻറ്റ്സിലൊക്കെ നമുക്ക് സ്ലിപ്പുകൾ ഉണ്ടാവും. അതുപോലെ ജോയിൻറ്റ് സൈസ് കുറച്ച് ലാർജ് ആയിരിക്കും. ഇത് തമ്മിൽ നമ്മൾ 2 മെമ്പർ ജോയിൻറ്റ് ചെയ്യുവാണെങ്കിൽ അവിടുത്തെ ജോയിൻറ്റിൻ്റെ കണക്ഷൻ്റെ ആ ജോയിൻറ്റ് ഇച്ചിരി വലുതായിട്ടായിരിക്കും വരുന്നത്. അടുത്ത ഫ്രിക്ഷൻ ടൈപ്പ് ബോൾട്ട് കണക്ഷൻ ആണെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ്. റിജിഡിറ്റി ഓഫ് കണക്ഷൻ, കുറച്ചുകൂടി റിജിഡ് ആയിട്ടുള്ള കണക്ഷൻസ് നമുക്ക് കിട്ടും. ബെയറിംഗ് ടൈപ്പിനെക്കാളും കുറച്ചുകൂടി റിജിഡ് ആയിരിക്കും. ബെറ്റർ ഫാറ്റിക് പെർഫോമൻസ് ആയിരിക്കും. അതുപോലെ എക്സ്പെൻസീവ് ഡ്യൂ ടു മെറ്റീരിയൽ ആൻഡ് ഇൻസുലേഷൻ ലേബർ. നമ്മുടെ ബോൾട്ടിലെ തന്നെ ബെയറിംഗ് ടൈപ്പിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫ്രിക്ഷൻ ടൈപ്പിന് ഉള്ളൊരു ഡീമെറിറ്റാണ് എക്സ്പെൻസീവാണ്. അതിൻ്റെ മെറ്റീരിയലും ഇൻസ്റ്റലേഷൻ ലേബറും ഒക്കെ കുറച്ച് എക്സ്പെൻസീവാണ്. റിക്വയർസ് സ്കിൽഡ് മാൻ പവർ, റിക്വയർസ് ബെറ്റർ ഇൻസ്പെക്ഷൻ, ചെയ്യുന്ന സമയത്തൊക്കെ നല്ല ഇൻസ്പെക്ഷൻസ് ആവശ്യമായിട്ടുണ്ട്. ഇത് ഇത്രയാണ് ബോൾട്ടഡ് കണക്ഷനിൽ വരുന്ന 2 ടൈപ്പും അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ബ്രീഫായിട്ട് പറയുന്നു. ഇനി നമ്മൾ പറഞ്ഞു ബോൾട്ടഡ് കണക്ഷൻ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കുന്നുണ്ട്. ബോൾട്ടഡ് കണക്ഷൻ, എ ബോൾട്ട് ആസ് എ മെറ്റൽ പിൻ വിത്ത് എ ഹെഡ് അറ്റ് വൺ എൻഡ്, എ ഷാങ്ക് ത്രെഡഡ് അറ്റ് ദ അതർ എൻഡ് ടു റിസീവ് നട്ട്. ഇപ്പോൾ ബോൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെയാണ്. ഒരു ഹെഡ് ഉണ്ടാവും, ഇതുപോലെ ഒരു ഷാങ്ക് പോർഷൻ ഉണ്ടാവും, പിന്നെ ഇതുപോലെ ഗ്രൂ ത്രെഡ് പോർഷൻ ഉണ്ടാവും. ഒരു നെറ്റ് അകത്തേക്ക് റിസീവ് ചെയ്യാൻ പാകത്തിനായിരിക്കും നമ്മൾ ഈ ഒരു ബോൾട്ട് വെക്കുന്നത്. അപ്പോൾ ബോൾട്ട് എന്ന് പറയുമ്പോൾ ഒരു മെറ്റാലിക് പിന്ന് പോലെയാണ്. അതിനൊരു ഹെഡ്, ഒരറ്റത്ത് ഹെഡ് ഉണ്ടാവും, പിന്നെ ഷാങ്ക് ത്രെഡഡ് ആയിട്ടുള്ള അടുത്തൊരു എൻഡ് ഉണ്ടാവും. നെറ്റ് റിസീവ് ചെയ്യാനുള്ള രീതിയിലായിരിക്കും നമ്മളതിനെ ഡിസൈൻ ചെയ്യുന്നത്. സ്റ്റീൽ വാഷേഴ്സ് ആർ യൂഷ്വലി പ്രൊവൈഡഡ് അണ്ടർ ദ ബോൾട്ട് ആസ് വെൽ ആസ് അണ്ടർ ദ നട്ട് ടു സെർവ് 2 പർപ്പസ്. അപ്പോൾ നമ്മൾ യൂഷ്വലി ഇപ്പോൾ ഒരു പ്ലേറ്റിൻ്റെ അകത്ത് ബോൾട്ട് ചെയ്യുവാണെങ്കിൽ നമ്മളിവിടെ ഒരു ബുഷ് കൊടുക്കും, ഇവിടെ ഒരു ബുഷ് കൊടുക്കും. ഇത് നമ്മുടെ ബോൾട്ട് ഹെഡ് റെസ്റ്റ് ചെയ്യാനും ഇവിടെ നമുക്ക് നെറ്റ് കൊടുക്കാനും. അപ്പോൾ ഈ 2 ബുഷ് കൊടുക്കും നമ്മൾ. ബുഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വാഷർ, കുറച്ച് ഗ്രിപ്പ് കിട്ടാനും ഈ ബോൾട്ടിൻ്റെയൊക്കെ ഫോഴ്സ് ഈ പ്ലേറ്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും നമ്മൾ വാഷേഴ്സ് കൊടുക്കും. അപ്പോൾ സ്റ്റീൽ വാഷേഴ്സ് ഈസ് യൂഷ്വലി പ്രൊവൈഡ് അണ്ടർ ബോൾട്ട്. ബോൾട്ടിൻ്റെ സൈഡിലും നട്ടിൻ്റെ സൈഡിലും നമ്മൾ മുകളിലും താഴെയായിട്ട് വാഷേഴ്സ് പ്രൊവൈഡ് ചെയ്യും. എന്തിനാണ് വാഷേഴ്സ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ ടു ഡിസ്ട്രിബ്യൂട്ട് ദ ക്ലാമ്പിംഗ് പ്രഷർ ഓൺ ദ ബോൾട്ട് മെമ്പർ. ബോൾട്ട് മെമ്പറിലേക്ക് ആ പ്രഷർ ക്ലാമ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടും ടു പ്രിവെൻറ്റ് ദ ത്രെഡഡ് പോർഷൻ ഓഫ് ദ ബോൾട്ട് ഫ്രം ബെയറിംഗ് ഓൺ ദ കണക്റ്റിംഗ് പീസ്. ഇത് നമ്മുടെ ഏത് പീസിനെയാണോ നമുക്ക് കണക്ട് ചെയ്യേണ്ടത് അതിലേക്ക് ഈ ത്രെഡഡ് പോർഷൻ, ഈ ബോൾട്ടിൻ്റെ തന്നെ ഈ പറയുന്നതാണ് ത്രെഡഡ് പോർഷൻ. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ ബോൾട്ട് ചെയ്ത് വെക്കുമ്പോൾ ആ ബോൾട്ടിൻ്റെ ത്രെഡഡ് പോർഷൻ എന്ത് ചെയ്യുക, ബെയറിംഗ് കണക്റ്റഡ് പീസിലേക്ക് ഒരു ബെയറിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു എന്താ പറയുക വാഷേഴ്സ് യൂസ് ചെയ്യുന്നത്. ബോൾട്ട് ക്യാൻ ബി യൂസ്ഡ് ഫോർ മേക്കിംഗ് എൻഡ് കണക്ഷൻസ് ഇൻ ടെൻഷൻ ആൻഡ് കംപ്രഷൻ മെമ്പേഴ്സ്. ടെൻഷൻ ആൻഡ് കംപ്രഷൻ മെമ്പറിൽ ഒരു എൻഡ് കണക്ഷൻ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂഷ്വലി ബോൾട്ട് യൂസ് ചെയ്യുന്നത്. യൂസ് ടു ഹോൾഡ് ഡൗൺ കോളം ബേസസ് ഇൻ പൊസിഷൻ ആസ് എ സെപ്പറേറ്റേഴ്സ് ഫോർ പർലിൻ ബീംസ് ഇൻ ഫൗണ്ടേഷൻ. അപ്പോൾ യൂഷ്വലി നമ്മൾ ബോൾട്ട് യൂസ് ചെയ്യുന്നത് കോളംസ്, വെർട്ടിക്കൽ മെമ്പറായ കോളം അതിൻ്റെ ബേസിലേക്ക്
അതിൻ്റെ പൊസിഷനിൽ നിർത്താൻ വേണ്ടി നമ്മൾ ബോൾട്ട് ചെയ്ത് വെക്കാറുണ്ട്. അതേപോലെ പർലിൻസിനെ ഒരു സെപ്പറേറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ബീംസ് ഇൻ ഫൗണ്ടേഷൻസിലും നമ്മൾ ബോൾട്ട് ചെയ്യാറുണ്ട്. In order to assure proper functioning of connection, the parts to be connected must be tightly clamped between bolt head and nut. അപ്പോൾ നമുക്ക് ഈ ബോൾട്ടിൻ്റെ പ്രോപ്പർ ഫംഗ്ഷനിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ, കണക്ഷനിൽ പ്രോപ്പർ ഫംഗ്ഷനിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ ബോൾട്ട് ഹെഡും നട്ടും നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തിട്ട് വേണം ക്ലാമ്പ് ചെയ്ത് വെക്കാനായിട്ട്. ബോൾട്ട് ഹെഡും നട്ടും, അതായത് ഒരു ചെറിയ ടൈറ്റ്നസ് പോരാ, നല്ല രീതിയിൽ ഏത് മെമ്പറിനെയാണോ ബോൾട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ആ ബോൾട്ടും നട്ടും നല്ല രീതിയിൽ നല്ല ടൈറ്റ് ചെയ്താൽ മാത്രമേ അതിൻ്റെ പ്രോപ്പർ ഫംഗ്ഷനിങ് നമുക്ക് കിട്ടത്തുള്ളൂ. ഇഫ് ദ കണക്ഷൻ ഈസ് സബ്ജക്റ്റഡ് ടു വൈബ്രേഷൻ ദ നട്ട് മസ്റ്റ് ബി ലോക്ക്ഡ് ഇൻ പൊസിഷൻ. അപ്പോൾ ഏതെങ്കിലും ടൈപ്പ് വൈബ്രേഷൻസ് ആ ഒരു സ്ട്രക്ചറൽ മെമ്പറിൽ കണക്ഷൻസിൽ വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ നട്ട് എന്ത് ചെയ്യണം? അതിൻ്റെ പൊസിഷനിൽ നന്നായിട്ട് ലോക്ക് ചെയ്ത് വെച്ചേക്കണം. അതല്ലെങ്കിൽ പതുക്കെ നട്ട് നമുക്ക് ഊരി പോകും. ഇനി നമുക്ക് ആ നട്ടിൻ്റെയും ബോൾട്ടിൻ്റെയും പാർട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് ഒരു ബോൾട്ട്, ഈ കാണുന്നതാണ് നട്ട്. അപ്പോൾ ബോൾട്ടിന് ഈ പോർഷനെ നമ്മൾ ബോൾട്ട് ഹെഡ് എന്ന് പറയും, ബോൾട്ടിൻ്റെ ഹെഡ് എന്ന് പറയും. ഇനി അതിൻ്റെ ഈ ഒരു പാർട്ടിൽ രണ്ട് രീതിയിലാണ്. ഒരു സ്മൂത്ത് ആയിട്ടുള്ള പോർഷൻ ഉണ്ട്, അതിനെ നമ്മൾ ഷാങ്ക് എന്ന് പറയും. പിന്നെ നമുക്ക് ഈ സ്ക്രൂ ഒക്കെ കയറ്റാൻ പറ്റിയ രീതിയിൽ നമ്മളിങ്ങനെ ചെറുതായിട്ട് ത്രെഡഡ് പോർഷനായിട്ടുണ്ടാവും, അതിനെയാണ് നമ്മൾ ത്രെഡ് എന്ന് പറയുന്നത്. ഇനി ഈ ഷാങ്കിൻ്റെ സ്റ്റാർട്ടിങ്ങും ത്രെഡിൻ്റെ എൻഡിങ്ങും വരെയുള്ള ടോട്ടൽ ലെങ്ത് ആണ് നമ്മുടെ ബോൾട്ടിൻ്റെ ലെങ്ത് ആയിട്ട് പറയുന്നത്. ഇനി ഷാങ്കിൻ്റെ പോർഷനിലുള്ള ഡയമീറ്റർ ക്യാപിറ്റൽ ഡി ആണ്, അതിന് നമ്മൾ നോമിനൽ ഡയമീറ്റർ എന്നാണ് പറയുന്നത്. ഇനി ബോൾട്ട് ഹെഡിൻ്റെ ഈ ഒരു ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 1.65 ഡി ആയിരിക്കും, വേർ ഡി ഇസ് ദ നോമിനൽ ഡയമീറ്റർ. അപ്പോൾ ഷാങ്കിൻ്റെ ഡയമീറ്ററിൻ്റെ 1.65 ആയിരിക്കും ബോൾട്ട് ഹെഡിൻ്റെ ലെങ്ത് ആയിട്ട് വരുന്നത്. ഇനി ബോൾട്ട് ഹെഡിൻ്റെ തിക്നെസ് ആയിട്ട് വരുന്നത് 0.65 ഡി ആണ്, വേർ ഡി ഇസ് ദ നോമിനൽ ഡയമീറ്റർ ഓഫ് ഷാങ്ക്. ഇനി ഇതേപോലെ തന്നെ നട്ട് വരുന്നുണ്ട്. നട്ട് ഈ രീതിയിലായിരിക്കും വരുന്നത്. നട്ടിൻ്റെ ഈ ഒരു ഡയമെൻഷനും ഈ ഒരു ഡയമെൻഷനും നമുക്ക് ഈ ഡീൻ്റെ ടേംസിൽ തന്നെ പറയാം. ഇത് 1.65 ഡി ആയിരിക്കും, അത് ഈ ബോൾട്ട് ഹെഡിൻ്റെ അതേ ഡയമെൻഷനിൽ തന്നെ വരും. ഇനി ഇതിൻ്റെ ഈ തിക്നെസ് എന്ന് പറഞ്ഞാൽ ഇതിനെക്കാട്ടും കുറച്ചുകൂടി കൂടുതലായിരിക്കും, 0.8 ഡി ആണ്. ഇവിടെ നമ്മൾ ഡി ആയിട്ട് എടുക്കുന്നത് ഷാങ്കിൻ്റെ ഡയമീറ്റർ ആണ് വരുന്നത്. ഇത് ബേസിക്കായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി അടുത്ത ബോൾട്ടഡ് കണക്ഷൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മെയിൻ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും. അപ്പോൾ ബോൾട്ടഡ് കണക്ഷൻ നമുക്ക് ഡയറക്ഷൻ ഓഫ് ദ സ്ട്രക്ചർ ക്യാൻ ബി സ്പീഡ് അപ്പ്. സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ബോൾട്ടഡ് കണക്ഷനാണ് കൊടുക്കുന്നതെങ്കിൽ വളരെ സ്പീഡപ്പ് ആയിട്ട് നമുക്ക് ചെയ്തു പോകാൻ പറ്റും. ലെസ് സ്കിൽഡ് പേഴ്സൺസ് ആർ റിക്വയർഡ് ഇൻ ചീപ്പർ ദാൻ ദാറ്റ് ഓഫ് റിവറ്റഡ് കൺസ്ട്രക്ഷൻ ബിക്കോസ് ഓഫ് റെഡ്യൂസ്ഡ് ലേബർ ആൻഡ് എക്യുപ്മെൻറ്റ് കോസ്റ്റ് ആൻഡ് സ്മോളർ നമ്പർ ഓഫ് ബോൾട്ട്സ് റിക്വയർഡ് റെസിസ്റ്റിംഗ് ദ സെയിം ലോഡ്. അപ്പോൾ നമ്മൾ പണ്ട് കാലത്ത് ഉപയോഗിച്ചതാണ് റിവറ്റഡ് കണക്ഷൻ. റിവറ്റഡ് കണക്ഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്കില്ല് കുറഞ്ഞ ലേബേഴ്സും അതുപോലെ ചീപ്പർ ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സുമാണ് നമുക്ക് ബോൾട്ടഡ് കണക്ഷനിൽ വരുന്നത്. ഇനി ഒരു മെമ്പർ നമ്മൾ റിവറ്റ് ചെയ്യുമ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ബോൾട്ട്സിൻ്റെ എണ്ണം വളരെ കുറവായിട്ട് മതി. അപ്പോൾ 10 റിവറ്റ് കൊടുക്കുന്ന സമയത്ത് ബോൾട്ടാണ് ചെയ്യുന്നതെങ്കിൽ നേരെ കുറച്ച് നമ്പർ ഓഫ് ബോൾട്ട് നമ്മളവിടെ പ്രൊവൈഡ് ചെയ്താൽ മതി. യൂസ് ഓഫ് സിമ്പിൾ ടൂൾസ് വെച്ച് നമുക്ക് ബോൾട്ടഡ് കണക്ഷൻസ് വർക്ക് ചെയ്യാൻ പറ്റും. നോയ്സ്ലെസ് ആൻഡ് ക്വിക്ക് ഫാബ്രിക്കേഷൻ, വളരെ നോയ്സ് കുറഞ്ഞതും പെട്ടെന്ന് ഫാബ്രിക്കേറ്റ് ചെയ്തെടുക്കാൻ പറ്റിയതാണ് ബോൾട്ടഡ് കണക്ഷൻ. നോ സ്പെഷ്യൽ എക്യുപ്മെൻറ്റ് ഓർ പ്രോസസ് നീഡഡ് ഫോർ ഇൻസ്റ്റലേഷൻ. കണക്ഷൻ ഇൻസ്റ്റൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്പെഷ്യലായിട്ടുള്ള എക്യുപ്മെൻറ്റ്സോ പ്രോസസ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. ഫാസ്റ്റ് പ്രോഗ്രസ് ഓഫ് വർക്ക്, പെട്ടെന്ന് തന്നെ നമുക്ക് വർക്ക് പ്രോഗ്രസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അക്കോമഡേറ്റ്സ് മൈനർ ഡിസ്ക്രിപ്പൻസി ഇൻ ഡയമെൻഷൻസ്, ചെറിയ രീതിയിൽ നമുക്ക് ഡയമെൻഷൻസിൽ ഡിസ്ക്രിപ്പൻസി കൊണ്ടുവരാൻ പറ്റും. ഇത്രയൊക്കെയാണ് നമുക്ക് ബോൾട്ടഡ് കണക്ഷൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. ഇനി എന്തൊക്കെയാണ് അതിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് നോക്കാം. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ഈസ് ഹൈ, എബൌട്ട് ഡബിൾ ദാറ്റ് ഓഫ് റിവറ്റ്. ഇപ്പോൾ റിവറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് കൂടുതലാണ്, ഈ നട്ടിൻ്റെയും ബോൾട്ടിൻ്റെയും കോസ്റ്റ് കൂടുതലാണ്. The tensile strength of the bolt is reduced because of an area reduction at the root of the thread and also due to the stress concentration. അപ്പോൾ നമുക്കറിയാം ഈ ബോൾട്ടിൻ്റെ ഈ പോർഷനിൽ ഏരിയ ഡിസ്ട്രിബ്യൂഷൻ കുറവാണ് കമ്പയറിങ് ടു ദിസ് സൈഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെൻസൈൽ സ്ട്രെസ്, ബോൾട്ടിൽ ടെൻസൈൽ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യും. കാരണം റൂട്ട് പോർഷനിൽ അതിൻ്റെ ഏരിയ ഡിസ്ട്രിബ്യൂഷൻ കുറവാണ്, അതുപോലെ സ്ട്രെസ് കോൺസെൻട്രേഷൻ അവിടെ കൂടുകയും ചെയ്യും. നോർമലി these are of loose fit excepting turned bolts
ആൻഡ് ഹെൻസ് ദെയർ സ്ട്രെങ്ത് ഈസ് റെഡ്യൂസ്. ഇനി ബോൾട്ട് കൊടുക്കുന്ന സ്ഥലങ്ങളിൽ അത് എന്തായിരിക്കും, ശകലം ലൂസായിരിക്കും. കാരണം നമ്മളവിടെ ഡ്രില്ലൊക്കെ ചെയ്തിട്ടാണ് ഈ ബോൾട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണെങ്കിലും കുറച്ച് ലൂസ്നെസ് നമുക്ക് അവിടെ ഫീൽ ചെയ്യും. എക്സെപ്റ്റ് ടേൺഡ് ബോൾട്ട് അല്ല യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്കവിടെ ചെറിയൊരു ലൂസ് ഫിറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സ്ട്രെങ്ത് റിഡക്ഷൻ ഉണ്ടാവും. ബോൾട്ടഡ് കണക്ഷൻ ആണെങ്കിൽ സ്ട്രെങ്ത് റിഡക്ഷൻ ഉണ്ടാവും. വെൻ സബ്ജക്റ്റ് ടു വൈബ്രേഷൻ ഓർ ഷോക്ക് ബോൾട്ട് മേ ഗെറ്റ് യൂസ്. ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ നമ്മളൊരു കണക്ഷൻ ബോൾട്ട് വെച്ച് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് വൈബ്രേഷൻസോ ഷോക്സ് ഒക്കെ അതിൻ്റെ ലൈഫ് ടൈമിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, ഈ ബോൾട്ട് പതുക്കെ ലൂസാകാനും ആ കണക്ഷൻ ഇളകാനും തുടങ്ങും. ഇതൊക്കെയാണ് ഒരു ബോൾട്ടഡ് കണക്ഷൻ്റെ മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ്. ഇനി അടുത്ത ടൈപ്പ് ഓഫ് കണക്ഷൻസ്. ഈ ബോൾട്ടിൽ തന്നെ ഏതൊക്കെ ടൈപ്പ് ഓഫ് കണക്ഷൻസ് ഉണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ റിസൾട്ടൻറ്റ് ഫോഴ്സ് ട്രാൻസ്ഫർ. ഇപ്പോൾ രണ്ട് മെമ്പർ തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ടൻറ്റ് ഫോഴ്സ് കൺസിഡർ ചെയ്തിട്ട് ഏതൊക്കെ ടൈപ്പ് ഓഫ് കണക്ഷൻസ് ഉണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, കോൺസെൻട്രിക് കണക്ഷൻ. അടുത്തത് എസെൻട്രിക് അല്ലെങ്കിൽ മൊമെൻറ്റ് കണക്ഷൻ. കോൺസെൻട്രിക് കണക്ഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മെമ്പറാണ്. അപ്പോൾ ഇതിൻ്റെ ഫോഴ്സ് ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ ആയിരിക്കും ആക്ട് ചെയ്യുന്നത്, ഇതിൻ്റെ ഫോഴ്സ് ഇതിൻ്റെ സെൻറ്ററിലൂടെ ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഓഫ് ഫോഴ്സ്, രണ്ടിൻ്റെ റിസൾട്ടൻറ്റ് ഫോഴ്സ് ഒരേ പോയിന്റിലാണ് മീറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് കോൺസെൻട്രിക് കണക്ഷൻ എന്ന് പറയാം. ഇതെടുത്തു കഴിഞ്ഞാലും ഈ മെമ്പറിൻ്റെയും സെൻറ്റേഴ്സ് തമ്മിൽ കോയിൻസൈഡ് ചെയ്യും, ഫോഴ്സിൻ്റെ സെൻറ്റേഴ്സ് തമ്മിൽ കോയിൻസൈഡ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് കോൺസെൻട്രിക് കണക്ഷൻ എന്ന് പറയാം. വേറെ ഈ ഒരു ഫിഗർ എടുത്താൽ ഇതൊരു വെർട്ടിക്കൽ മെമ്പറാണ്, ഇതൊരു ഹൊറിസോണ്ടൽ മെമ്പറാണ് അല്ലേ. അപ്പോൾ ഇവിടെയാണ് ബോൾട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ്, അവിടെ ഒരു എസെൻട്രിസിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മൊമെൻ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എസെൻട്രിക് കണക്ഷൻ അല്ലെങ്കിൽ മൊമെൻറ്റ് കണക്ഷൻ എന്ന് പറയും. ഇനി അടുത്ത രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് ഫോഴ്സ് ഇൻ ബോൾട്ട്. ബോൾട്ടിൽ എന്ത് ടൈപ്പ് ഫോഴ്സ് ആണോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യാം. അതിനനുസരിച്ചിട്ട് ഷിയർ കണക്ഷൻ ഉണ്ട്, ടെൻഷൻ കണക്ഷൻ ഉണ്ട്, ടെൻഷൻ പ്ലസ് ഷിയർ കണക്ഷൻ ഉണ്ട്. അപ്പോൾ മെയിൻലി ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഫോഴ്സ് ഇൻ ബോൾട്ടിൽ വരുന്ന ഫോഴ്സിനനുസരിച്ച് ഷിയർ കണക്ഷൻ ഉണ്ട്. ഷിയർ കണക്ഷൻ്റെ അകത്ത് വരുന്നതാണ് ലാപ്പ് കണക്ഷനും ബട്ട് കണക്ഷൻ. എന്താണെന്ന് ഞാൻ പറയാം. അടുത്ത ടെൻഷൻ കണക്ഷൻ, ഇതാണ് ടെൻഷൻ കണക്ഷൻ. ടെൻഷൻ പ്ലസ് ഷിയർ കണക്ഷൻ, ഇതാണ് ടെൻഷൻ പ്ലസ് ഷിയർ കണക്ഷൻ. ഇനി ലാപ്പ് എന്ന് പറയുമ്പോൾ ഇത്രേ ഉള്ളൂ. രണ്ട് മെമ്പേഴ്സ് തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ അതിനെ ഓവർലാപ്പ് ചെയ്തിട്ടായിരിക്കും ആ മെമ്പർ ഇടുന്നത്. ഈ രണ്ട് പ്ലേറ്റ് തമ്മിൽ കണക്ട് ചെയ്യണം. പക്ഷേ ഞാൻ എന്ത് ചെയ്തു, അതിനെ ഓവർലാപ്പ് ചെയ്തിട്ടു. ഇനി എന്ത് ചെയ്യണം, ഇനി ബോൾട്ട് അടിക്കുമ്പോൾ ഈ രീതിയിൽ നമ്മൾ ബോൾട്ട് ചെയ്യും. അപ്പോൾ രണ്ട് മെമ്പേഴ്സ് തമ്മിൽ ഓവർലാപ്പ് ചെയ്തിട്ടാണ് കണക്ഷൻ വരുന്നതെങ്കിൽ ലാപ്പ് കണക്ഷൻ എന്ന് പറയും. ബട്ട് കണക്ഷൻ എന്ന് പറയുമ്പോൾ രണ്ട് മെമ്പർ ഒരേ ലെവലിലായിരിക്കും ഞാൻ കണക്ട് ചെയ്യുന്നത്. ഇനി ഇതിനെ ബോൾട്ട് ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് മുകളിലും താഴെയും ഒരു പ്ലേറ്റ് വെക്കും. ചിലപ്പോൾ മുകളിൽ മാത്രമായിരിക്കും, ചിലപ്പോൾ നമ്മൾ താഴെയും വെക്കും. എന്നിട്ട് ഇങ്ങനെയായിരിക്കും ബോൾട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ മെമ്പർ നമുക്ക് ആ പൊസിഷനിൽ പിടിച്ചു നിർത്താൻ പറ്റും. അപ്പോൾ അതാണ് ബട്ട് കണക്ഷൻ. അപ്പോൾ ലാപ്പ് കണക്ഷൻ ഞാൻ പറഞ്ഞു, ഈ മെമ്പറും ഓവർലാപ്പ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഈ കാണുന്നതാണ് ബോൾട്ട്. ബട്ട് കണക്ഷൻ എന്ന് പറയുമ്പോൾ ഇതാണ് മെമ്പേഴ്സ്. ഈ രണ്ട് മെമ്പേഴ്സ് കണക്ട് ചെയ്യാൻ വേണ്ടി മുകളിൽ ഞാനൊരു ബേസ് പ്ലേറ്റ് വെച്ചു. എന്നിട്ട് ഇങ്ങനെ ബോൾട്ട് ചെയ്ത് കൊടുത്തു. ഇതിനെ സിംഗിൾ ഷിയർ എന്ന് പറയും. മുകളിലോ താഴെയോ ഒരു സിംഗിൾ ബേസ് പ്ലേറ്റ് മാത്രമേ വെക്കുന്നുള്ളെങ്കിൽ സിംഗിൾ ഷിയർ എന്ന് പറയും. ഡബിൾ ഷിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലും ഒരു ബേസ് പ്ലേറ്റ് വെക്കും, താഴെ ഒരു ബേസ് പ്ലേറ്റ് വെക്കും, എന്നിട്ടായിരിക്കും ബോൾട്ട് ചെയ്യുന്നത്. അതാണ് ഡബിൾ ഷിയർ. അപ്പോൾ ഷിയർ കണക്ഷനിൽ ലാപ്പ് കണക്ഷനും ഉണ്ട്, ബട്ട് കണക്ഷനും ഉണ്ട്. ബട്ട് കണക്ഷനിൽ സിംഗിൾ ഷിയറും ഉണ്ട്, ഡബിൾ ഷിയറും ഉണ്ട്. ഒരു കവർ പ്ലേറ്റ് മാത്രം വെച്ചാൽ സിംഗിൾ ഷിയർ, മുകളിലും താഴെയും കവർ പ്ലേറ്റ് വെച്ചിട്ട് ബോൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡബിൾ ഷിയർ. ഇനി അടുത്തത് ടെൻഷൻ കണക്ഷൻ. അപ്പോൾ ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ മെമ്പറുണ്ട്, ഇവിടെ ഒരു വെർട്ടിക്കൽ മെമ്പറും ഉണ്ട്. ഇതാണ് ബോൾട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫോഴ്സ് താഴത്തേക്കായിരിക്കും, ടെൻസൈൽ ഫോഴ്സ് ആയിരിക്കും ബോൾട്ടിൽ വരുന്നത്. ഇനി അടുത്ത ടെൻഷൻ പ്ലസ് ഷിയർ. ഇത് ഇവിടെ ബോൾട്ട് ചെയ്തിട്ടുണ്ട്, ഈ കാണുന്നതും ബോൾട്ടാണ്. ഓക്കെ, അപ്പോൾ മെമ്പർ ഫോഴ്സ് വരുന്നത് ഇങ്ങോട്ടാണ്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് എന്താണ്, ഒരു ടെൻസൈൽ ഫോഴ്സും ഉണ്ട്, ഇത് തമ്മിൽ ഒരു ഷിയർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ബേസ്ഡ് ഓൺ ഫോഴ്സ് ഇൻ ബോൾട്ട്. ഇനി അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഷിയറിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ ഷിയർ കണക്ഷനെ നമ്മൾ ലാപ്പ് കണക്ഷൻ എന്നും ബട്ട് കണക്ഷൻ എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു ഡീറ്റെയിൽഡ് ഫോമാണിത്. ഇപ്പോൾ ലാപ്പ് കണക്ഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഈ പ്ലേറ്റും എന്താണ് ഓവർലാപ്പ് ചെയ്താണ് വെച്ചേക്കുന്നത്. ഈ ഓവർലാപ്പ് ചെയ്ത് വെച്ചേക്കുന്നതിൽ ഒരു ലെയർ ഓഫ് ബോൾട്ടാണ് അടിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വ്യൂ ചെയ്യുമ്പോൾ, ഇതിനിങ്ങനെ വ്യൂ ചെയ്യുമ്പോൾ നമുക്ക് ഈ സെക്ഷണൽ വ്യൂ കിട്ടും. ഒരു പ്ലേറ്റ് മുകളിൽ ഒരു പ്ലേറ്റ് താഴെയായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്ത് എന്താണ്, ഒരു ലെയർ ഓഫ് ബോൾട്ട് ഉണ്ട്. നമ്മൾ സെക്ഷൻ നോക്കുമ്പോൾ ഒരു ബോൾട്ടേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതാണ് ലാപ്പ് ജോയിൻറ്റ്.
സിംഗിൾ ബോൾട്ടഡ് ലാബ് ജോയിൻ്റ് എന്ന് പറയും. ഒരു ലെയർ ഓഫ് ബോൾട്ടേ ഉള്ളെങ്കിൽ സിംഗിൾ ബോൾട്ടഡ് എന്ന് പറയും. ഇനി ഇതേ ലാബ് ജോയിൻറ്റിനെ തന്നെ നമുക്ക് ഡബിൾ ബോൾട്ടഡ് ലാബ് ജോയിൻ്റ് എന്ന് പറയാം. അതായത് മുകളിലും താഴെയായിട്ട് ഒരു പ്ലേറ്റ് വെച്ചു, 2 ലെയർ ഓഫ് ബോൾട്ടാണ് നമ്മൾ കൊടുത്തതെങ്കിൽ അവിടെ ഡബിൾ ബോൾട്ടഡ് എന്ന് പറയും. 2 ലെയർ ഓഫ് ബോൾട്ടാണ് കൊടുക്കുന്നതെങ്കിൽ. ഇനി അടുത്തത് ബട്ട് ജോയിൻറ്റ്. ബട്ടെന്ന് ഞാൻ പറഞ്ഞു. എങ്ങനെയാണ് ബട്ട് ജോയിൻറ്റ് വരുന്നത്? ഈ പ്ലേറ്റും ഒരേ ലെവലിലാണ് വെച്ചേക്കുന്നത്. തമ്മി മുട്ടിച്ച് ഒരേ ലെവലിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യും? ബോൾട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു കവർ പ്ലേറ്റ് കൊടുക്കും, സപ്പോർട്ടിന് വേണ്ടി ഒരു കവർ പ്ലേറ്റ് കൊടുക്കും. എന്നിട്ട് ഈ ജോയിൻറ്റ് വരുന്നത്, ഇതല്ല ജോയിൻറ്റ്, ഈ ജോയിൻറ്റിൻ്റെ 2 സൈഡിലായിട്ട് നമ്മൾ 2 ലെയർ ഓഫ് ബോൾട്ടിങ് കൊടുക്കും. ഇവിടെ നോക്കിയാൽ അറിയാം, ഇതൊരു പീസ് ഓഫ് പ്ലേറ്റ്, ഇത് അടുത്ത പീസ് ഓഫ് പ്ലേറ്റ്. അത് തമ്മിൽ ബോൾട്ട് ചെയ്യാൻ വേണ്ടി മുകളിലൊരു കവർ പ്ലേറ്റ് കൊടുത്തു. ഇനി ഇതാണ് നടുക്കത്തെ ജോയിൻറ്റ്, അതിൻ്റെ 2 സൈഡിലായിട്ട് നമ്മൾ ബോൾട്ട് ചെയ്തു. ഇത് സിംഗിൾ കവർ ബട്ട് ജോയിൻറ്റ്. ഒരു കവർ പ്ലേറ്റ് മാത്രമേ കൊടുത്തിട്ടുണ്ടെങ്കിൽ സിംഗിൾ കവർ. ഇനി മുകളിലും താഴെയും കവർ പ്ലേറ്റ് വെച്ചിട്ടാണ് നമ്മൾ ബോൾട്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ ഡബിൾ കവർ സിംഗിൾ ബോൾട്ടഡ് ബട്ട് ജോയിൻ്റ് എന്ന് പറയും. അപ്പോൾ ആ രീതിയിലാണ് വരുന്നത്. ഇപ്പോൾ ഡബിൾ കവർ എന്ന് പറഞ്ഞാൽ 2 കവർ. സിംഗിൾ ബോൾട്ടഡ് എന്ന് വെച്ചാൽ ഒരു സൈഡിൽ ഒരു ലെയർ ഓഫ് ബോൾട്ടേ കാണത്തുള്ളൂ. ഇനി ഇത് തന്നെ സിംഗിൾ കവർ ഡബിൾ ബോൾട്ടഡ് ഉണ്ട് എന്ന് വെച്ചാൽ ഒരു കവർ പ്ലേറ്റേ വെച്ചിട്ടുള്ളൂ, പക്ഷേ ഒരു സൈഡിൽ തന്നെ 2 ലെയർ ഓഫ് ബോൾട്ടിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും പഠിക്കും. ഇനി അടുത്തൊരു ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ ഫോഴ്സ് ട്രാൻസ്ഫർ മെക്കാനിസം. ബോൾട്ടിൽ ഫോഴ്സ് ട്രാൻസ്ഫർ മെക്കാനിസം അനുസരിച്ച് ബെയറിംഗ് കണക്ഷനും ഉണ്ട്, ഫ്രിക്ഷൻ കണക്ഷനും ഉണ്ട്. ഫോഴ്സിൽ ഏത് ടൈപ്പാണ് ഫോഴ്സ് വരുന്നത്, ഫോഴ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം, ബെയറിംഗ് ടൈപ്പ് ഫോഴ്സാണ് ബോൾട്ടിലേക്ക് വരുന്നത്. ഇവിടത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതൊരു ഫ്രിക്ഷൻ മോഡലിലാണ് വരുന്നത്. അപ്പോൾ ആ രീതിയിൽ ബെയറിംഗ് കണക്ഷനും ഫ്രിക്ഷൻ കണക്ഷനും ഉണ്ട്. ഇത്രയാണ് ഈ ഒരു ലെക്ചറിലുള്ളത്. അപ്പോൾ ഈ ഒരു ലെക്ചറിൽ നമ്മൾ കണക്ഷൻ എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ നെസസിറ്റി, പിന്നെ വെൽഡഡ് കണക്ഷൻ, ബോൾട്ടഡ് കണക്ഷൻ, അതിൽ ബോൾട്ടഡ് കണക്ഷൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, അതിൻ്റെ ടൈപ്സ്, ഇത്തരം കാര്യങ്ങളാണ് നോക്കിയത്. താങ്ക് യു.